വഴിയേ പോകുന്നവൻ വരെ നിങ്ങളുടെ വീട്ടിൽ കയറി അഭിപ്രായം പറയും. നമ്മളൊരു വീട് പണിയാൻ പോകുന്നതിന് മുമ്പേ ഉണ്ടല്ലോ, കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ എന്ത് സിമെൻറ്റാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, എന്ത് കമ്പി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, എന്ത് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം എടുക്കാൻ ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്. ആർക്കും ഇതൊക്കെ എടുത്തു പോകും. ജസ്റ്റ് ഒരു എയോട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഡിസൈൻ കിട്ടും. ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് കിട്ടും. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റാണ് നല്ലതെന്ന് റിവ്യൂ കിട്ടും. സോ നമ്മളൊരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ടീമിന് ഈ കാര്യങ്ങൾ നമ്മുടെ വീടിന്റെ പണി അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പണി ഏൽപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വയമായിട്ടൊരു ധാരണ ഉണ്ടാവണം. എന്നിട്ട് അവരോട് എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് പറയണം, ദേ എൻ്റെ പ്രൊജക്റ്റിൽ ഇന്ന സ്റ്റീലാണ് ഉപയോഗിക്കേണ്ടത്, ഇന്ന മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പറയണം. കാരണം എന്താ അറിയോ, ഒരു വീട് പണി നടക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം ഉണ്ടാകുന്നത്. വഴിയേ പോകുന്നവൻ വരെ നിങ്ങളുടെ വീട്ടിൽ കയറി അഭിപ്രായം പറയും. എന്ത് സംഭവിക്കും? എൻഡ് ഓഫ് ദി ഡേ കുറെ അഭിപ്രായം കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷനാവും. ടെൻഷനായിട്ട് ഈ പണി എടുക്കുന്ന കോൺട്രാക്ടറുടെ മേലെ പോയി ആ ടെൻഷൻ നമ്മൾ അവർക്ക് കൊടുക്കും. ആ ടെൻഷൻ അവർക്ക് കൊടുക്കുന്ന സമയത്ത് പണിയെ അത് ബാധിക്കും. പണിക്കാർക്ക് ആ ഒരു പ്രൊജക്ടിനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകും. അത് കോൺട്രാക്ടേഴ്സിന് ബുദ്ധിമുട്ടാണ്, ക്ലയൻസിന് ബുദ്ധിമുട്ടാണ്. ആ സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം കോൺട്രാക്ടർ ബ്രോ. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.